ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്ക് നോട്ടീസ്. CPIM അനുകൂല സൈബർ ഗ്രൂപ്പ് അഡ്മിൻമാർക്കാണ് പുനരന്വേഷണത്തിന്റെ ഭാഗമായി SIT നോട്ടീസ് നൽകിയത്. കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അനീഷ് ദേവസ്യ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനീഷ്, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിൽ തന്നെ നടപടികളിലേക്ക് കടക്കുകയാണല്ലേ? അജിത, രാഷ്ട്രീയ കേരളം വിട്ടുനോക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദ കേസിൽ അന്വേഷണം ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേസേറ്റെടുത്ത പ്രത്യേക അന്വേഷണ സംഘം ആദ്യ യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെ ഈ വിവാദ സന്ദേശം പ്രചരിപ്പിച്ച CPM അനുകൂല സൈബർ ഗ്രൂപ്പ് അഡ്മിൻമാർക്ക് കേസിൽ മൊഴി നൽകാൻ ഹാജരാക്കണമെന്ന് കാണിച്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ എന്ന സൈബർ ഗ്രൂപ്പിൽ ആദ്യം പോസ്റ്റ് ചെയ്ത DYFI നേതാവ് രമേശ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുൻപ് അന്വേഷണം പ്രതീക്ഷയിലേക്ക് എത്തിയതോടെ നിശ്ചലമായ ഒരു അവസ്ഥയിലായിരുന്നു. ഈ രമേശിനൊപ്പം ഈ കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട CK കാസിമിന്റെ മൊഴിയും പുതിയ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. മുൻപ് CPM ആണ് ഈ കേസിൽ പരാതിക്കാരായി രംഗത്തെത്തിയത്. ഈ പ്രതിസ്ഥാനത്ത് മുസ്ലിം ലീഗും UDF ആയിരുന്നു. എന്നാൽ അന്വേഷണം CPM കേന്ദ്രത്തിലേക്ക് നീണ്ടപ്പോൾ കേസ് ഒതുക്കാൻ ശ്രമിച്ചെന്നാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. ഏതായാലും SITയുടെ പുനരന്വേഷണത്തിൽ ഈ വ്യാജ സന്ദേശത്തിന്റെ യഥാർത്ഥ ഉറവിടം പുറത്തു വന്നാൽ അതായത് കക്ഷിയായാലും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആസിത. ഓക്കെ, അനീഷ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. CPIM ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർക്കാണ് ഇപ്പോൾ SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.